ഇപ്പൊ കുഴപ്പമില്ലാതെ നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമും പിന്നെ പോലെ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വീഡിയോകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന മതി. പിന്നെ വേറെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് മുന്നിലേക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നിർത്തിയെന്ന് മാത്രം. എന്താ റവന്യൂ, യൂട്യൂബ് റവന്യൂവിന്റെ ഒരു രീതിയൊക്കെ കുറഞ്ഞോ നിങ്ങളുടെ ആ തുടക്ക സമയം വെച്ച് നോക്കുകയാണെങ്കിൽ? ഓ പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസം. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ബൈക്കിന്റെ ഒരു പ്രശ്നം. അപ്പൊ ആ മാസം എനിക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും 1 മില്യൺ വ്യൂസ് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വേണ്ടണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം വന്നപ്പോ വീഡിയോസ് ഇടണ്ട, അതായത് പ്രശ്നങ്ങളല്ലേ നിർത്തി വെക്കാനൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് എന്താ ഡെയിലി വീഡിയോസ് ഇട്ട് പക്ഷെ അന്നൊന്നും പറഞ്ഞ ആരും ഇല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാന്. പിന്നെ നിർത്തി. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വരാം. എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും 2-3 വീഡിയോ നമ്മൾ പ്രൊമോഷൻ ചെയ്താൽ തന്നെ ഒരു പേയ്മെന്റ് ഉണ്ട്. പിന്നെ വേറെ ചെറിയ ചെറിയ ബിസിനസ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നിന്ന് കുറച്ചൊന്നും വിട്ടുന്നത് മാത്രം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഫാമിലി വ്ളോഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ സുജിത് ഭക്തൻ, എംഫോട്ടക്ക്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വേറെ ആരും അങ്ങനെ മറ്റേ വ്ളോഗിന്റെ പരിപാടി ഉണ്ടാകുന്നില്ല. ഞാൻ തോന്നുന്നു ഞാൻ തന്നെയാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ടിക്ടോക്ക് ഞങ്ങളാണ് ആദ്യം വന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ടിക്ടോക്ക് തുടങ്ങണതിന്റെ ഒരു 2 മാസം മുന്നെയാണ് ഞാൻ യൂട്യൂബിലേക്ക് തുടങ്ങണത്. യൂട്യൂബ് തുടങ്ങി. പിന്നെന്തോ ദൈവാനുഗ്രഹം ആയിരിക്കാം, ഡെയിലി നമുക്കൊരു 5000-10000 വെച്ചിട്ട് ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 36 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. കാരണം അന്ന് മറ്റേ ഈ ഷോർട്സ് സംഗതികളൊന്നും ഇല്ല, വ്ളോഗ് മാത്രം ഇട്ടിട്ട്. പിന്നെ ഇതുപോലെ ഡെയിലി 20,000-25,000 സബ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി കയറുണ്ടായിരുന്നു. അതൊരു 8,67,000 എത്തിയപ്പോഴാണ് ഞാനൊരു ബൈക്ക് എടുത്തു. ആ സമയത്ത് അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ആ ഒരു 67,000 ആൾക്കാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. 16K 20K ഒക്കെ നെഗറ്റീവ് കമന്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 12 ലക്ഷം ആ മാസമാണ് എനിക്ക് യൂട്യൂബ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. അതിന് മുമ്പ് വരെ എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? അപ്പൊ കിട്ടുന്നതാണ് പറയാ. മറ്റേ ആ സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ 5, 6, 4 അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ. പിന്നെ ഈ വരില്ല, പിന്നെ ഈ ഒരു പിന്നെ നെഗറ്റീവ് കമന്റ് ആദ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇത്രയും ആൾക്കാർ നമ്മളതിനെ കുറ്റം പറയാ, തെറി പറയാ. അയ്യോ ഭയങ്കര തരായിരുന്നു. പിന്നെ അത്രയും സ്നേഹത്തോടെ കമന്റ് ഇട്ട ആളുകൾ. അതെ, പെട്ടെന്ന് ഞാൻ ആ വീഡിയോയില് പറയുന്നുണ്ട്, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ക്യാപ്ഷൻ മാത്രം അങ്ങനെ കൊടുത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്തകാലം. പക്ഷെ അത് എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ അമ്മയും പെങ്ങളും എല്ലാവരും ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അത്രയും നെഗറ്റീവ് കമന്റ് വന്നപ്പോ. പക്ഷെ ഞാൻ എന്തോ അതോട് കൂടിയത് ശരിയായി. ഈ നെഗറ്റീവ് കമന്റ് ഉള്ളൊരു സംഗതി പിന്നെ എനിക്കാണ് ഇതായി. എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയായി. പോട്ടെ, നമ്മളിപ്പോ ആരെയും പോയിട്ട് ഞാൻ വേറെ ആളെയും കുറ്റം പറയാറൊന്നുമില്ല. ഞാൻ ഇന്റേതായിട്ട് വീട്ടിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് മുന്നിലേക്ക് പോവാന്നുള്ള രീതി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഞാൻ പറയില്ല, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ആ ഒരു സംഗതി ഇങ്ങനെ വ്യൂസ് കൂടി. ഷോർട്സ് വന്നപ്പോ പിന്നെ ഞാനായിട്ട് തന്നെ മറ്റേ പറയാം, നമുക്കൊരു മുന്നിലൊരു സംഗതി ഉള്ളപ്പോഴായിരുന്നു ഞാൻ എത്ര റുപ്യ കിട്ടണം, അതിന്റെ കടങ്ങൾ വീട്ടണം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സംഗതിക്ക് തീർന്നപ്പോ മറ്റേ യൂട്യൂബിൽ പതുക്കെ വീഡിയോസ് ഉള്ള കുറച്ച് ഇങ്ങനെ കമ്മി വന്നു. പിന്നെ വേറെ ചില അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ചെയ്തപ്പോ പിന്നെ നമുക്ക് ആദ്യത്തെ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഹാപ്പിയാണ്. വണ്ടിയാണെങ്കിലും വീടാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പൊ പിന്നെ നല്ല രീതിക്ക് തന്നെ മുന്നിക്ക് ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പോലെ ആൾക്കാർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു, നമ്മള് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വ്ളോഗ് പറയാ, അതാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം പറയാന്നുള്ള ഭയങ്കര. ഞാൻ പിന്നെ അത് നിർത്തി, കുറച്ച് നിർത്തി. ഞാൻ പിന്നെ ആദ്യം ഞങ്ങൾ പറഞ്ഞാല് എന്റെ കൈ എപ്പോഴും ഇങ്ങനെ ആയിരുന്നു, ഫോൺ എപ്പോഴും ഞങ്ങൾ എല്ലാ വിശേഷങ്ങള് പ്രാങ്കുകള് എപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഫോൺ ഇങ്ങനെ പിടിച്ച് കിടക്കണ്ടെന്നുള്ളൂ. പിന്നെ ഞാനത് നിർത്തി. പിന്നെ ഞാൻ മറ്റേ ഞങ്ങളുടേതായ രീതി കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ഈ വ്ളോഗ് എടുക്കല് പരിപാടികളൊക്കെ നിർത്തി. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പൊ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വരാറുണ്ട്, മറ്റേ ഇങ്ങനെ ആദ്യത്തെ പോലെ വീഡിയോ ഇടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഇപ്പത്തെ ഓരോ തിരക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണു. ശരിക്കും പണ്ടത്തെ ആ ഒരു യൂട്യൂബ് ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ലൈഫ്, അത് എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ആ ഒരു മറ്റേ ഓളം ക്രിയേറ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അറിയാം, അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൊറോണ ടൈം എന്തൊക്കെ പഠനമായതുകൊണ്ടേ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, വീഡിയോ എടുക്കാന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ കറക്റ്റ് വീഡിയോ എടുക്കുക. അപ്പൊ ഞാനും വൈഫും പെങ്ങളും ഉണ്ടാവും വീട്ടില്. അപ്പൊ ഞങ്ങൾ 3 പാടെ എണീക്കുക, വീഡിയോ എടുക്കുക. അതപ്പോ ആ ഒരു പണി മാത്രമേ ഉള്ളൂ.
ഇപ്പോന്ന് പറഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടും. ശരിക്കും പറഞ്ഞാല് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കുള്ള വീഡിയോസ് ആണ് 2-3 മാസമായിട്ട് ഇടുന്നത്. ഇപ്പൊ ഞാൻ കുറെ ഗീവ് അവേകളും അങ്ങനത്തെ പിന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളും. അപ്പൊ അതിലൊന്നും ഫാമിലിയുടെ ആവശ്യങ്ങളില്ല. ഞാൻ ഒറ്റക്കായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. രാവിലെ നമ്മൾ വന്നപ്പോഴും പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ വിടുന്നതിന്റെ ഒക്കെ തിരക്കിലായിരുന്നല്ലോ. അമ്മയ്ക്ക് തീരെ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. അല്ല കുട്ടിയുടെ താവട്ടെ, ഞാൻ എന്നും അവന്റെ പരിപാടിക്ക് പോക്കുണ്ട് സ്കൂളിലേക്ക്. അപ്പൊ അവിടെ പോവാൻ വേണ്ടിട്ട് നിക്കായിരുന്നോ? തുടങ്ങാൻ 11:30 തുടങ്ങാൻ പറഞ്ഞു. അപ്പോഴേക്ക് പോവാ വിചാരിച്ചു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ചെക്ക് വിടണമെന്നില്ലേ, അപ്പൊ അവൻ ഒറ്റയ്ക്ക് ആക്കി കൊടുത്തത്. അപ്പൊ അമ്മ കൂടെ പോണായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചേരം നിക്ക് പറഞ്ഞപ്പോ അമ്മ അങ്ങനെ നിന്നാണ്. അതെ. അമ്മ പിള്ളേരൊക്കെ വലുതായി വരുന്തോറും എങ്ങനെ അവരുടെ പുറകെ ഓട്ടം കൂടിയോ? ഏയ് അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. എന്ത് കുസൃതി കുറുമ്പ് ഒന്നും കൂടിയിട്ടില്ല? കുസൃതിയൊക്കെ ഉണ്ട്. അവർ രണ്ടാൾ കൂടി അടികൂടുകയൊക്കെ ചെയ്യും. പക്ഷെ അവര് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയില്ല. ഇപ്പൊ ഈ TV ഉണ്ടാവും വീട്ട്, അതിന് മുന്നിൽ ഇരിക്കുമല്ലാതെ പുറത്തേക്കൊന്നും അങ്ങനെ പോകും. കൊച്ചിലത്തെ ഇവരുടെ രണ്ടാളുടെ സ്വഭാവം, കുഞ്ഞൂസിന്റെ സുജിന്റെ ഒക്കെ സ്വഭാവം പോലെയൊക്കെ തന്നെയാണോ? ഏകദേശം അതേപോലെ തന്നെ. അതെ. ഇവരിൽ രണ്ടാളിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കൂടുതൽ? അന്ന് അവളായിരുന്നു. ഇപ്പൊ പേനാ കുരുത്തക്കേട്. രാവിലെ എന്തോ കിട്ടിയത് കണ്ടല്ലോ കുളിക്കാൻ നേരം. ഇപ്പൊ പിന്നെ വാശി, മറ്റവൾക്ക് വാശി കുറഞ്ഞു. അവളിപ്പോ ഒരു കുട്ടിയായി, ഒരു കുടുംബമൊക്കെ ആയില്ലേ. അപ്പൊ അവൾക്ക് ദേഷ്യത്തിനെ പറ്റിയിട്ട് കുറെ ബോധ്യം വന്നു തോന്നുന്നു. പക്ഷെ അപ്പൊ വലുതായപ്പോ ദേഷ്യം കൂടുതലാ. അങ്ങനെ വെറുതെ പറയണ. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം പോകുന്നാ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? അത് ശരിയാ. അതെ, അത് കുറച്ച് കഴിയുമ്പോ മാറും. അതെ. അമ്മേനോടാണോ ഏറ്റവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? എന്നോട് അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല. എന്നാല് നമുക്ക് നേരെ സമയം നോക്കണ്ടേ ഓരോന്ന് പറയാൻ. അത് നോക്കാതെ പ്രതികരിക്കും. അറിയോ, പിണക്കത്തിലാണെന്നാ തോന്നുന്നു ഇപ്പോഴും. ഞാൻ കുട്ടിയുടെ കൂടെ പോട്ടെ, ഞാൻ എന്തിനാ നിക്കണെന്ന് ചോദിച്ചത് തന്നെയാണ് അവരോട് ഇത് നിങ്ങളൊരു പെട്ടെന്നായതല്ലേ. ഏട്ടൻ്റെ അടുത്ത് അടുത്ത ആഴ്ചന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഞാനേ ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ കൊടൈക്കനാല് പോകും. അപ്പൊ പോയപ്പോ അപ്പൊ ഏട്ടനോട് ചോദിച്ചപ്പോ ഏട്ടൻ ഞാൻ വന്ന കുറച്ച് തിരക്കുണ്ടായിരിക്കും. അപ്പൊ ഏട്ടനോട് പറഞ്ഞു നാളെ തന്നെ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ എടുത്താൽ ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങളൊരു ഇന്നലെ വിളിച്ചു, ഇന്ന് വരവാ നിങ്ങളുടെ. അപ്പൊ അതുണ്ടായത്. അപ്പൊ അതിലിപ്പോ അമ്മടുത്ത് ഞാൻ ഇന്നലെ വരുന്ന എത്ര മണിക്കാ? 1 മണിയോ 12 മണി എത്രട്ടായിരുന്നു വീട്ടിൽ വന്നപ്പോ. അപ്പൊ അമ്മ നല്ല ഉറക്കാ. അപ്പൊ അപ്പള അമ്മടത്തോട്ട് തട്ടി എണ്ണിപ്പിച്ചിട്ട് അമ്മ നാളെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടോ ആറോ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ ഞങ്ങളോട് വെക്കേ ഇന്നോട് ചോദിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ഏൽക്കുമ്പോന്ന്. ഞാൻ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവനെ ഏൽക്കുമ്പോ ഞങ്ങളോട് ചോദിക്കണ്ടേ ഞങ്ങൾക്ക് എന്തായാലും വിസിണ്ടോന്ന്. അതാ ദേഷ്യപ്പെട്ട് രാവിലെ രണ്ടാളും ഉടക്കി അതാണ്. രാവിലെ ഞാൻ എണീറ്റപ്പോ അമ്മടുത്ത് പറയണേ അമ്മ. അപ്പൊ ഏട്ടൻ രാവിലെ ഞാൻ എണീറ്റപ്പോ മെസ്സേജ് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അമ്മടുത്ത് പറഞ്ഞതിന് അമ്മ അവര് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതിന്. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല പോവാണെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വെറുതെ ഉണ്ടാക്കിയ അല്ല ഞാൻ വെറുതെ പറഞ്ഞോ അങ്ങനെ ചെയ്യാറില്ല. അല്ല ഞാൻ പറയാം എനിക്ക് അമ്മ മറ്റൊന്ന് ത്രെഡ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അമ്മ അവളപ്പം പോയിട്ട് പതുക്കെ ചെയ്യും, ത്രെഡ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇതാക്കുന്നത്. ഈ ചുരിദാർ ഇടിപ്പിക്കണപ്പോ പെങ്ങളാണ്. എനിക്ക് അമ്മ സാരി എനിക്ക് അതാ ഇഷ്ടം. സാരി ഞാൻ എപ്പോഴും അതേപോലെ പെയിന് ഷർട്ടും മുണ്ടും ഉണ്ടായ പിന്നെ സാരി തന്നെ ഇത്രയും കാലം എടുത്തിട്ടുള്ളൂ. ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ ചുരിദാർ. ഇപ്പോഴാണ് അല്ല ഞാൻ പറയാം എനിക്കതായിരുന്നു ഇഷ്ടം എന്നറിയാം.